കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്ത് ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കർഷകർ ഡൽഹിയിലെ രാംലീല മൈതാനിയിലാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ഈ മോദി സർക്കാർ താങ്ങുവിലകൾ ഉറപ്പാക്കണം, ഒപ്പം വൈദ്യുത ഭേദഗതി ബിൽ അത് പിൻവലിക്കണം. ഇക്കഴിഞ്ഞ മാസം ഖനൌരിയിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കർഷകൻ ശുക്രൻ സിംഗിന്റെ മരണത്തിൽ, കൊലപാതകത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. ഹരിയാന മുഖ്യമന്ത്രി ആയിരുന്ന മനോഹർ ലാൽ ഖട്ടർ, ആഭ്യന്തരമന്ത്രിയായിരുന്ന അനിൽ വിജ്, ഇവർക്കെതിരെയും കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അതുപോലെ ലഖിംപൂർ കേരി അപകടം, ആ ലഖിംപൂർ കേരിയിലെ കർഷകർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ കുറ്റക്കാരായിട്ടുള്ള കേന്ദ്രമന്ത്രിയും അദ്ദേഹത്തിന്റെ മകനെതിരെയും കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിലവിൽ കർഷകർ ഡൽഹിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഓരോ വാഗ്ദാനത്തിൽ നിന്നും പിന്നോട്ട് പോയ മോദി സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ കർഷകർ നേരിടും എന്ന ഉറച്ച ഒരു തീരുമാനമാണ് ഇതിൽ എടുക്കുന്നത്. സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഇപ്പോൾ കർഷകർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി രാംലീല മൈതാനിയിൽ നിന്നും സ്റ്റീഫൻ മാധവിനൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.